നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഇൻ കെമിസ്ട്രി ആൻഡ് യൂണിറ്റ് 1 യു വി വിസിബിൾ ആൻഡ് കൈറോ ഓപ്റ്റിക്കൽ സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മളൊരു 4 ക്ലാസ് ആയിട്ടാണ് എടുക്കുക. ആദ്യ ക്ലാസ്സിൽ നമ്മുടെ അൾട്രാ വയലറ്റ് സ്പെക്ട്രോസ്കോപ്പിയുടെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ റിവിഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന എനർജി ലെവൽ സെലക്ഷൻ റൂൾസ്, ദെൻ വുഡ്വേർഡ് ഫ്രീസർ നമ്മുടെ യൂണിറ്റ് 1.1ഉം അതേപോലെ 1.2ൻ്റെ പകുതിയായിരിക്കും നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുക. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ 1.2ൽ ബാക്കി വരുന്ന കൈറോ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ORD, CD, ഒക്ടൻ റോൾ, എക്സിൽ ഹാലോ കീറ്റോൺ റോൾ, കോട്ടൺ ഇഫക്റ്റ് എക്സെട്ര, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുക. നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദ അബൌട്ട് ടോപ്പിക്സ് ആയിരിക്കും. ഒരു മോളിക്യൂളിനെ എങ്ങനെയാണ് നമ്മളൊരു മോളിക്യൂളിൻ്റെ UV സ്പെക്ട്രം പ്രിഡിക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നാലാമത്തെ ടോപ്പിക്കിൽ ഡീൽ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് തന്നെ പോകാം. ദറ്റ് ഈസ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുള്ളൂ. മെയിൻ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ് തൊട്ടേ കിടക്കുകയുള്ളൂ. ഇതൊരു വൈൻഡപ്പിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വൈ ഷുഡ് ബി ലേൺ ദ സ്റ്റഫ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ UV സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ഉപയോഗിക്കുന്നത്? That is to provide information about the presence and absence of unsaturated functional groups. ഈ കാണുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾ ഓൾറെഡി പലവട്ടം ഡീൽ ചെയ്ത് പോയിട്ടുള്ളതായിരിക്കും. ഞാൻ ഈ നോട്ട് തരുന്ന കൂടെ നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ അധികം സമയം കളയുന്നില്ല. ആൻഡ് അബ്സോർപ്ഷൻ, എമിഷൻ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് അബ്സോർപ്ഷൻ എന്നും എന്താണ് എമിഷൻ എന്നുള്ള ഡെഫിനേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഒരു മോളിക്യൂൾ അതിൽ എനർജി അബ്സോർബ് ചെയ്ത് അത് എക്സൈറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ദാറ്റ്സ് വാട്ട് യു കോൾ ആൻ അബ്സോർപ്ഷൻ. ഓൾറെഡി എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ആ സിസ്റ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ലോവർ എനർജി സ്റ്റേറ്റിലേക്കോ വരികയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദാറ്റ്സ് എമിഷൻ. അത്രയേ ഉള്ളൂ. ഇവിടെ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ, ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇവിടെ പറയുന്നത് അത്രയേ ഉള്ളൂ. ദ ന്യൂക്ലിയർ മോഷൻ ഈസ് നെഗ്ലിജിബിൾ ഡ്യൂറിങ് ദ ടൈം റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. അതായത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഒരു മോളിക്യൂളിന് വൈബ്രേഷണൽ മോഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ ഇലക്ട്രോണിക് മോഷനും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു മോളിക്യൂൾ ഇലക്ട്രോണിക് എക്സൈറ്റേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കും? UV ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ഫ്രീക്വൻസി റേഡിയേഷൻ ആയിരിക്കും നമ്മൾ, വിസിബിൾ അല്ലെങ്കിൽ UV റേഡിയേഷൻ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഈ വിസിബിൾ റേഡിയേഷൻ്റെയും UV റേഡിയേഷൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഇൻഫ്രാറെഡ് റീജിയനേക്കാളും എനർജി കൂടിയ റീജിയനാണ് ഈ പറഞ്ഞ UVയും വിസിബിളും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ UV അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ്റെ ഒപ്പം ഈ പറയുന്ന വൈബ്രേഷണൽ എക്സൈറ്റേഷനും കൂടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വൈബ്രേഷണൽ എക്സൈറ്റേഷൻ ആവശ്യമായിട്ട് IR റീജിയനിലെ എനർജി മതി. ആ റീജിയനിലെ എനർജിയേക്കാൾ കൂടിയ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇലക്ട്രോണിക് ആയിട്ടുള്ള എക്സൈറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വിസിബിളിനും UVക്കും ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ സംഭവിക്കുന്ന കൂടെ പാരലായിട്ട് എന്ത് സംഭവിക്കും? വൈബ്രേഷണൽ എക്സൈറ്റേഷൻ സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെയാണെങ്കിൽ കൂടെ റൊട്ടേഷൻ സംഭവിച്ചുകൂടെ എന്ന്. റൊട്ടേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് സ്പെക്ട്രം എടുക്കുമ്പോൾ നമ്മൾ ഗേഷ്യസ് സാമ്പിൾ അല്ല ഉപയോഗിക്കുന്നത്, ലിക്വിഡ് സാമ്പിളോ സോളിഡ് സാമ്പിളോ ആണ്. കാരണം ഒരു ലിക്വിഡ് സാമ്പിളിനോ ഒരു സോളിഡ് സാമ്പിളിനോ ഒരു ഡെഫിനറ്റ് സ്ട്രക്ചർ ഉണ്ടാവും. ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആർ നോട്ട് സോ ഫ്രീ ടു മൂവ്. ആ സ്ഥാനത്ത് നിങ്ങളൊരു ഗേഷ്യസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ ആറ്റത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വളരെ കൂടുതലായിരിക്കും. മോളിക്യൂളിന് ഒരുപാട് മൂവ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു ഗേഷ്യസ് സാമ്പിൾ എടുത്ത് അതിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ അവിടെ റൊട്ടേഷണൽ മോഷനും കാണും, വൈബ്രേഷണൽ മോഷനും കാണും, ഇലക്ട്രോണിക് എക്സൈറ്റേഷനും കാണും. ഈ മൂന്നും കാണും. 3 ടൈപ്പ് എക്സൈറ്റേഷനും കാണും. അതായത് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം ഒരു വല്ലാത്തൊരു സ്പെക്ട്രം ആയിരിക്കും. ഒരുപാട് ലൈൻസ് ഉള്ള ഒരു കോൾ സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ സ്ഥാനത്ത് നിങ്ങൾ ഈ പറഞ്ഞ സോളിഡ് സാമ്പിളോ ലിക്വിഡ് സാമ്പിളോ എടുത്തു എന്ന് വെക്കുക. സോളിഡിലും ലിക്വിഡിലും ഹിൻഡേർഡ് മോഷൻ ആയതുകൊണ്ട് റൊട്ടേഷണൽ മോഷൻ അവിടെ ഹിൻഡേർഡ് ആണ്. റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് അവിടെ കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് കിട്ടും? വൈബ്രേഷണൽ സ്പെക്ട്രം അവിടെ നമുക്ക് കിട്ടും. അതായത് നിങ്ങളൊരു സോളിഡിൻ്റെയോ ഒരു ലിക്വിഡിൻ്റെയോ UV എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് UV സ്പെക്ട്രം കിട്ടും, അതിൻ്റെ കൂടെ തന്നെ വൈബ്രേഷണൽ സ്ട്രക്ചറും കൂടെ അങ്ങ് കിട്ടും. അപ്പോൾ നമ്മളൊരു UV സ്പെക്ട്രം പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വൈബ്രേഷണൽ സ്ട്രക്ചറിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അതും നമ്മുടെ സ്പെക്ട്രത്തെ അക്കമ്പനി ചെയ്ത് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ന്യൂക്ലിയർ മോഷൻ ഈസ് നെഗ്ലിജിബിൾ ഡ്യൂറിങ് ദ ടൈം റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഒരു വൈബ്രേഷണൽ മോഷൻ സംഭവിക്കുമ്പം സിമെട്രിക് സ്ട്രെച്ചിങ് ആണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിരുന്നു വാട്ടർ മോളിക്യൂളുടെ സിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്സിജൻ മോളിക്യൂൾ അവിടെ നിൽക്കുന്നു, ഹൈഡ്രജൻ മോളിക്യൂൾസ് സിമെട്രിക് സ്ട്രെച്ചിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു?
ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് കൂടുന്നു കുറയുന്നു, അതേപോലെയാണ് നമുക്ക് വരുന്നത്. സോ ഈ പറയുന്ന ഒരു വൈബ്രേഷണൽ മോഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസ് അവിടെ മൂവ് ചെയ്യുന്നുണ്ടാവും. OH ഗ്രൂപ്പ്, നമ്മുടെ വാട്ടർ മോളിക്യൂളിന്റെ കേസിലെ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടുകൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട് വൈബ്രേഷണൽ എക്സൈറ്റേഷൻ വരുന്ന സമയത്ത്, വൈബ്രേഷണൽ മോഷൻ വരുന്ന സമയത്ത്. ഓരോ വട്ടവും ഇത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് അവിടെ കൂടുന്നില്ലേ? ദാറ്റ് മീൻസ് ദ ന്യൂക്ലിയസ് ഈസ് മൂവിങ്. ബട്ട് the speed or the rate of the nuclear motion is negligible with respect to the speed of electronic excitation. That is, ന്യൂക്ലിയസ് മൂവ് ചെയ്യുന്നതിൻ്റെയും ഒരുപാട് ഇരട്ടി സ്പീഡിലാണ് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മോഷൻ ക്യാൻ ബി നെഗ്ലക്റ്റഡ് ഡ്യൂറിങ് ആൻ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. That is, since the nuclei do not move during the excitation, the internuclear distance remain constant, and the most probable component of an electronic transition involves only vertical transition. അതായത് അത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നമ്മൾ ഈ പറഞ്ഞ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് പണ്ട് തൊട്ടേ പഠിക്കുന്ന ലാംഗ്വേജ് പറയുകയാണെങ്കിൽ, ദ ന്യൂക്ലിയർ മോഷൻ ഈസ് നെഗ്ലിജിബിളി സ്ലോ with respect to the electronic excitation, so that a vibrating molecule does not get chance to change the internuclear distance during an electronic excitation. അതായത് ഒരു ഇലക്ട്രോണിക് എക്സൈറ്റേഷനിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു സമയം കൊണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ ഉള്ള ടൈം ആ മോളിക്യൂളിന് കിട്ടുന്നില്ല എന്നാണ് ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു മോളിക്യൂളിന് വൈബ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ എത്രയോ ചുരുങ്ങിയ സമയം മതി ആ മോളിക്യൂളിൽ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ നടക്കാൻ വേണ്ടി. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ താഴെ കാണുന്ന ഇത് ഗ്രൗണ്ട് ഇലക്ട്രോണിക് ലെവലാണ്. മുകളിൽ കാണുന്ന ഈ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സൈറ്റഡ് ഇലക്ട്രോണിക് ലെവലാണ്. ഇതിനകത്ത് കാണുന്ന ബ്ലൂ ലൈൻസ് ആ ഇലക്ട്രോണിക് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈബ്രേഷണൽ ലെവൽസ് ആണ്. അതായത് നിങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറേ വൈബ്രേഷൻ ലെവൽസ് ഇവിടെയുണ്ട്. ഫസ്റ്റ് എക്സൈറ്റഡ് ഇലക്ട്രോണിക് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റു കുറേ വൈബ്രേഷൻ ലെവൽസ് ഇവിടെയുണ്ട്. സോ ഇങ്ങനെയാണ് എക്സൈറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകത, ഇതിപ്പോൾ നിങ്ങൾ ഈ വൈബ്രേഷൻ ലെവലിൽ V=0 എന്ന് പറഞ്ഞ ലെവൽ എടുത്ത് കൂട്ടിക്കോ. ഈ കാണുന്ന ചെറിയ ട്രാൻസിഷൻ ഇത് V=0 to V=1 ആണ്. ഇത് വെറും വൈബ്രേഷണൽ ട്രാൻസിഷൻ മാത്രമാണ്. പക്ഷേ ആ സ്ഥാനത്ത് ഇവിടെ നോക്കുക, ഈ വലിയ ലൈൻ, ദിസ് ഇസ് എൻ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ V=0 എന്ന് പറഞ്ഞ ഒരു വൈബ്രേഷണൽ ലെവലിൽ കിടന്നിരുന്ന ഒരു മോളിക്യൂൾ, ആ മോളിക്യൂളിൻ്റെ ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഈ കാണുന്ന വൈബ്രേഷണൽ ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ റീസൺ വൈബ്രേഷണൽ മോഷൻ ഈസ് അക്കമ്പനീഡ് വിത്ത് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. ഓക്കെ, ഇനി ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇതാണ്. ഈ UV സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി നമ്മൾ എടുക്കുമ്പോൾ മോസ്റ്റ് ഇൻറ്റൻസ് സ്പെക്ട്രൽ ലൈൻസ് വിൽ കറസ്പോണ്ട് ടു ട്രാൻസിഷൻ to the vibrational state in the upper electronic state that have the most overlap with the ground vibrational state in the lower electronic state. അതായത് ഈ പറയുന്ന ലോവർ ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ നിന്ന് ഒരു ട്രാൻസിഷൻ മുകളിലേക്ക് നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ഹയർ എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണ്. ഈ എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റിലെ ഒരു വൈബ്രേഷണൽ ലെവല്, അതേപോലെ ഇവിടുത്തെ ഗ്രൗണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റിലെ ഒരു വൈബ്രേഷണൽ ലെവൽ. ഈ വൈബ്രേഷണൽ ലെവലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ മുകളിലേക്ക് എക്സൈറ്റഡ് ആവുകയാണെങ്കിൽ ഇയാളോട് ഏറ്റവും കൂടുതൽ ഓവർലാപ്പ് ചെയ്യുന്ന വൈബ്രേഷൻ ലെവൽ ഏതാണോ ആ വൈബ്രേഷണൽ ലെവലിലേക്കാണ് എക്സൈറ്റേഷൻ സംഭവിക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇലക്ട്രോണിക് സ്റ്റേറ്റിനും അകത്ത് ഒരുപാട് വൈബ്രേഷണൽ സ്റ്റേറ്റ്സ് ഉണ്ട്. സോ ഗ്രൗണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് ഒരു മോളിക്യൂൾ എക്സൈറ്റഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആറ്റം എക്സൈറ്റഡ് ആകുമ്പോൾ അയാളുടെ വൈബ്രേഷൻ ലെവൽ സെയിം ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ, ഗ്രൗണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റിൻ്റെ V=0 എന്ന് പറഞ്ഞ ഈ ലെവലിൽ നിന്ന് ഇയാൾ ഇവിടെ V=0യിലേക്ക് തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പകരം എന്താ സംഭവിക്കുന്നത്? ഗ്രൗണ്ട് ലെവലിൽ ആ ആറ്റം ഇരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഇരുന്നത് ഏത് വൈബ്രേഷണൽ ലെവലിലാണോ ആ വൈബ്രേഷണൽ ലെവലിനോട് ഏറ്റവും കൂടുതൽ ഓവർലാപ്പ് ചെയ്യുന്ന എക്സൈറ്റഡ് വൈബ്രേഷൻ ലെവൽ ഏതാണോ അതിലേക്കാണ് എക്സൈറ്റേഷൻ സംഭവിക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ. ദെൻ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയായിരിക്കും, ജബ്ലോൺസ്കി ഡയഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴായിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡയഗ്രാം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. സിംഗ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് എന്താണ്, ഇന്റേണൽ കൺവേർഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നോട്ടിൽ തന്നെ നമ്മളിവിടെ കൃത്യമായിട്ട് ഫ്ലൂറസെൻസ് എന്താണ്, ഫോസ്ഫോറസെൻസ് എന്താണ്, സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്താണ്, ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എന്താണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒറിജിൻ ഓഫ് ഇലക്ട്രോണിക് സ്പെക്ട്ര. ഇവിടെ ജസ്റ്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്രോമോഫോർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ക്രോമോഫോർ മീൻസ് എനി ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് that absorb light whether or not a color is thereby produced. നമുക്കറിയാലോ, നമ്മുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ മോളിക്യൂളിനോ ആറ്റത്തിനോ എന്താണെങ്കിലും അതിനൊരു വിസിബിൾ റീജിയനിൽ ഒരു അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കളേർഡ് ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും. സോ ക്രോമോഫോർ എന്ന് വെച്ചാൽ അത് തന്നെയാണ്. എനി ഗ്രൂപ്പ് ഓഫ് ആറ്റം ദാറ്റ് അബ്സോർബ്സ് ലൈറ്റ് വെദർ ഓർ നോട്ട് എ കളർ ഈസ് thereby produced. ഒരു ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിൽ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ക്രോമോഫോർ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എൻ ഇലക്ട്രോണിക് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഹയർ എനർജി സ്റ്റേറ്റ്. അതായത് ഇലക്ട്രോണിക് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ ഹോമോ ടു ലൂമോ ട്രാൻസിഷൻ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. where HOMO is the highest occupied molecular orbital and LUMO is the lowest unoccupied molecular orbital. ഈ യൂഷ്വലി ഹോമോയിൽ നിന്ന് ലൂമോയിലേക്കുള്ള ട്രാൻസിഷൻ ആണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിനെ ഹോമോയിൽ നിന്ന് ലൂമോയിലേക്കുള്ള എക്സൈറ്റേഷൻ ആണ് സാധാരണഗതിയിൽ നമുക്കുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി വളരെ കൂടിയ എനർജിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ഹോമോയിൽ നിന്ന് ലൂമോയിലേക്കല്ല, അതിനേക്കാൾ എനർജി കൂടിയ ഒരു ഓർബിറ്റലിലേക്ക് വേണമെങ്കിൽ എക്സൈറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് യൂഷ്വൽ ട്രാൻസിഷൻസ് എല്ലാം ഹോമോ ടു ലൂമോ ആണ് സംഭവിക്കാറ്. ദെൻ ഇവിടെ നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വുഡ്വേർഡ് ഫിഷർ റൂളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നമ്മൾ പൈ, സിഗ്മ, എൻ ഇലക്ട്രോൺസ്, അതേപോലെ ഡി എഫ് ഇലക്ട്രോൺ, ചാർജ് ട്രാൻസ്ഫർ റിയാക്ഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. നമ്മൾ ആദ്യം എന്താണ് പൈ, എന്താണ് സിഗ്മ, എന്താണ് എൻ, ദാറ്റ് ഈസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്നുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു മോളിക്യൂൾ, ഇതൊരു മോളിക്യൂളാണ്. ഈ മോളിക്യൂൾ നമുക്കറിയായിരിക്കും, ഇത് ഫോർമാൽഡിഹൈഡ് ആണ്, HCHO. കാർബണിൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ, ദെൻ വേറൊരു ഹൈഡ്രജൻ, ദെൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ. ഇത് ഫോർമാൽഡിഹൈഡ് മോളിക്യൂളാണ്. ഈ മോളിക്യൂൾ ഞാൻ ഇവിടെ എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരേപോലെ പൈ ഇലക്ട്രോൺസും ഉണ്ട്, സിഗ്മ ഇലക്ട്രോൺസും ഉണ്ട്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉണ്ട്. സിഗ്മ ഇലക്ട്രോൺസിനെ ബ്ലാക്ക് ഡോട്ട് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, പൈ ഇലക്ട്രോൺസിനെ എക്സ് മാർക്കിട്ടാണ് കാണിച്ചിരിക്കുന്നത്, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിനെ സർക്കിൾ ആയിട്ടുള്ള ഓ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, കാർബൺ ഹൈഡ്രജൻ, ഈ ബോണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഇതൊരു സിഗ്മ ബോണ്ടാണ്. ഈ ബോണ്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 ഇലക്ട്രോൺസും സിഗ്മ ഇലക്ട്രോൺസ് ആണ്. ഒരാൾ ഹൈഡ്രജൻ്റെ, ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെ. സെയിം ആണ് ഈ കേസിലും. ദെൻ ഓക്സിജൻ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ 2 ടൈപ്പ് ബോണ്ട് ഉണ്ട്. താഴെ കാണുന്നത് കാർബൺ ഓക്സിജൻ സിംഗിൾ സിഗ്മ ബോണ്ടാണ്. മുകളിൽ കാണുന്ന എക്സ് മാർക്ക് ഇട്ടിരിക്കുന്നത് എന്താണ്, കാർബൺ ഓക്സിജൻ പൈ ബോണ്ടാണ്. ദെൻ ഇവിടെ ഓക്സിജൻ്റെ അപ്പുറത്ത് കാണുന്ന എല്ലാം നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഈ ഒരു സ്പീഷീസിൻ്റെ പ്രത്യേകത, ഈ ഫോർമാൽഡിഹൈഡിൻ്റെ പ്രത്യേകത, ഇവിടെ ഈ പറയുന്ന സിഗ്മ ഇലക്ട്രോൺസും ഉണ്ട്, പൈ ഇലക്ട്രോൺസും ഉണ്ട്, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പല ടൈപ്പിലുള്ള ഇലക്ട്രോണിക് എക്സൈറ്റേഷൻസ് പോസിബിൾ ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻസ് എന്ന്. ഇത് ജസ്റ്റ് ഒരു ഷേപ്പ് കാണിച്ചാണ് സിഗ്മ ആൻഡ് പൈ ഓർബിറ്റലിലെ ലീവ് ഇറ്റ്. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. സോ നമുക്കൊന്ന് ഓരോ ഇലക്ട്രോൺസ്, ഓരോ എനർജി ലെവൽസ് നോക്കാം. ആസ് വി ഗോ അപ്പ് ദ എനർജി ഇൻക്രീസസ്. ഏറ്റവും താഴെ കാണുന്ന ലീസ്റ്റ് എനർജി ഓർബിറ്റൽ, ദാറ്റ് ഈസ് ദ സിഗ്മ ഓർബിറ്റൽ. അതായത് സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസ് എല്ലാം ഈ എനർജി ലെവലിലാണ് വരിക. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, സിഗ്മ ബോണ്ടാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ടും ഏറ്റവും ലീസ്റ്റ് എനർജി ബോണ്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ബോണ്ടും. ദെൻ രണ്ടാമത്തെ എനർജി ലെവൽ പൈ ബോണ്ടഡ് ഇലക്ട്രോൺസ് ആണ്. ഇതാണ് പൈ ബോണ്ടഡ് ഇലക്ട്രോൺസ് എല്ലാം ഈ ലെവലിൽ വരും. ദെൻ ഈ പറയുന്ന എന്താണ്, നോൺ ബോണ്ടിങ്, ആർക്കും ബന്ധമില്ലാത്ത ബോണ്ട് ചെയ്യാത്ത ഇലക്ട്രോൺസ് ആണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ മുകളിൽ വരുന്നത് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ്. താഴെ കാണുന്ന 2 ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ്, മുകളിൽ കാണുന്ന 2 ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റ്, ഏറ്റവും ലീസ്റ്റ് എനർജി ആയിട്ടുള്ള ബോണ്ടിങ് ഓർബിറ്റൽ ഏതാണോ അയാളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലായിരിക്കും ഏറ്റവും ഹൈ എനർജി. സോ അതുകൊണ്ട് എനർജി ഓഫ് ദ ഓർബിറ്റൽസ് ഈ ലെവലിലാണ്, സിഗ്മ, പൈ, എൻ, പൈ സ്റ്റാർ, സിഗ്മ സ്റ്റാർ. ഈ കാണിക്കുന്ന ബ്ലൂ ലൈൻസ് എല്ലാം എക്സൈറ്റേഷൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ആദ്യത്തെ ലൈൻ സിഗ്മ ടു സിഗ്മ സ്റ്റാർ എക്സൈറ്റേഷനെ സൂചിപ്പിക്കുന്നു.
രണ്ടാമത്തത് സിഗ്മ ടു പൈ സ്റ്റാറിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തത് പൈ ടു സിഗ്മ സ്റ്റാറിനെ സൂചിപ്പിക്കുന്നു. നാലാമത്തത് എൻ ടു സിഗ്മ സ്റ്റാറിനെ സൂചിപ്പിക്കുന്നു. അഞ്ചാമത്തത് പൈ ടു പൈ സ്റ്റാറിനെയും ആറാമത്തത് എൻ ടു സിഗ്മ സ്റ്റാറിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത ഫോർമാലിറ്റികളിൽ ഈ പറയുന്ന എല്ലാ ട്രാൻസ്മിഷൻസും പോസിബിളാണ്. കാരണം ഫോർമാലിറ്റികളിൽ എന്തുണ്ട്? സിഗ്മ ഓർബിറ്റിലും ഉണ്ട്, പൈ ഓർബിറ്റിലും ഉണ്ട്, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും ഉണ്ട്. സോ ഈ പറയുന്ന ഫോർമാലിറ്റിയുടെ കേസിൽ ഈ പറയുന്ന എല്ലാ ട്രാൻസ്മിഷൻസും നമുക്ക് പോസിബിൾ ആണ്. ആ സ്ഥാനത്ത് വേറൊരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിങ്ങൾ എടുക്കുക, HCl എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HCl നിങ്ങൾക്ക് ഈ പറഞ്ഞ പൈ ബോണ്ടിങ് ഇല്ല. HCl പൈ ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഈ പൈ ടു പൈ സ്റ്റാർ, അതേപോലെ സിഗ്മ ടു പൈ സ്റ്റാർ, ദെൻ പൈ ടു സിഗ്മ സ്റ്റാർ, അല്ലെങ്കിൽ പൈ ഓർബിറ്റൽസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനും നിങ്ങൾക്ക് അവിടെ പോസിബിൾ അല്ല. അതേപോലെ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തൊരു സിസ്റ്റം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ നമുക്ക് അവിടെയും പോസിബിൾ അല്ല. ഇനി നമുക്കൊന്ന് നോക്കാം ഈ ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ്റെ എനർജി എങ്ങനെയാണ് വരുന്നതെന്ന്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം UV അബ്സോർപ്ഷൻ പ്രോസസ്സ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആൻഡ് സിഗ്മ ടു പൈ സ്റ്റാർ ട്രാൻസ്മിഷൻസ്. അതായത് നമ്മൾ ഈ കാണുന്ന സിഗ്മ ടു സിഗ്മ സ്റ്റാറും അതേപോലെ സിഗ്മ ടു പൈ സ്റ്റാർ ട്രാൻസ്മിഷൻസും, ഈ രണ്ടും, these two are high energy and they're accessible in the vacuum UV region, that is less than 150 nanometer. They are not usually observed in the molecular UV visible spectroscopy. കാരണം നമ്മൾ യൂഷ്വലി സ്കാൻ ചെയ്യുന്ന റീജിയൻ ഒരു 200 നാനോമീറ്റർ ടു 750 or 800 നാനോമീറ്റർ, അല്ലെങ്കിൽ മാക്സിമം 900 നാനോമീറ്റർ ആണ്. 200 നാനോമീറ്റർ പോയിട്ട് 150 നാനോമീറ്ററിൽ പോലും താഴെയാണ് ഈ സിഗ്മ ടു സിഗ്മ സ്റ്റാറിൻ്റെയും സിഗ്മ ടു പൈ സ്റ്റാർ ട്രാൻസ്മിഷൻ്റെയും എനർജി വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ലാംഡ വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? ഈ പറയുന്ന ട്രാൻസ്മിഷൻസിനെ നമുക്ക് UV സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇവർ 150 നാനോമീറ്ററിലും താഴെയാണ് ഇവരുടെ ഈ പറയുന്ന വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ വരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ UV ലൈറ്റും വിസിബിൾ റേഡിയേഷനാണ്, UV റേഡിയേഷനും വിസിബിൾ ലൈറ്റുമാണ്. അവിടെ വിസിബിൾ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 350 നാനോമീറ്റർ ടു 750 or 800 നാനോമീറ്റർ ആണ്. UV എന്ന് വെച്ചാൽ എത്രയാണ് വരുന്നത്? 200 to 350 ആ റേഞ്ചാണ് UVയും വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ UV വിസിബിൾ എന്ന് വെച്ചാൽ റേഞ്ച് എന്തായിരിക്കും? 200 നാനോമീറ്റർ, അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 190 നാനോമീറ്റർ തൊട്ട് ഒരു 800 നാനോമീറ്റർ വരെ വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന UV വിസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. സിഗ്മ ടു സിഗ്മ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും വരുന്നത് എവിടെയാണ്? 150 നാനോമീറ്ററും താഴെയാണ്, വാക്വം UVയിലാണ്. അതുകൊണ്ട് നമുക്കത് UV വിസിബിളിൽ നമുക്കത് കിട്ടില്ല. ദെൻ N ടു സിഗ്മ സ്റ്റാർ ആൻഡ് പൈ ടു സിഗ്മ സ്റ്റാർ, ഈ രണ്ടുപേരുടെ കേസ് എടുക്കുക. N ടു സിഗ്മ സ്റ്റാറും പൈ ടു സിഗ്മ സ്റ്റാർ ട്രാൻസ്മിഷനും, ഈ രണ്ടുപേരുടെയും ലാംഡ മാക്സിമം ഒരു 150 നാനോമീറ്റർ ടു 250 നാനോമീറ്റർ റേഞ്ചിനാണ്. അതായത് 250 നാനോമീറ്ററിലൊക്കെ വരുന്നത് നമുക്ക് കിട്ടും. 200 നാനോമീറ്റർ എബോവ് വരുന്ന ഇത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബട്ട് 200-ൽ താഴെ വരുന്ന ഒരു ട്രാൻസ്മിഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണഗതിയിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ N ടു സിഗ്മ സ്റ്റാറിനും പൈ ടു സിഗ്മ സ്റ്റാറിനെ നമുക്ക് അത്ര ഡിപ്പെൻഡബിൾ അല്ല. കാരണം അവർ 150 to 250 നാനോമീറ്റർ റീജിയൻ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീജിയൻ അല്ല. ഓൺ ദ അതർ ഹാൻഡ്, N to pi star and pi to pi star transition, they are the most common transitions observed in organic molecular UV visible, observed in compounds with lone pairs and multiple bonds with a lambda max 200 to 700 നാനോമീറ്റർ. നമ്മുടെ വിസിബിൾ അല്ലെങ്കിൽ നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോമെട്രിയുടെ ഒരു റേഞ്ചിൽ വരുന്ന ട്രാൻസ്മിഷൻസ് ഇതാണ്. N to pi സ്റ്റാറും അതേപോലെ പൈ ടു പൈ സ്റ്റാറും. അതായത് ഈ കാണുന്ന N to pi സ്റ്റാറും ഈ പൈ ടു പൈ സ്റ്റാറും, അവസാനത്തെ രണ്ട് പേരാണ് നമ്മൾ ഈ പറയുന്ന UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത്, അവരെ രണ്ടുപേരെയാണ്. ആൻഡ് ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്മിഷൻസ്. Any of these require that incoming photons match in energy, the gap corresponding to a transition from ground state to the excited state. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ഫിഗർ ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസ്മിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത്രയും എനർജിയുള്ള ഫോട്ടോൺ വന്ന് വീഴണം. ദാറ്റ് മീൻസ് 150 നാനോമീറ്ററിലും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ആരെങ്കിലും വന്ന് വീഴണം. അതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന UV വിസിബിൾ സ്പെക്ട്രോമെട്രിയിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന ആരെയാണ്? N ടു പൈ സ്റ്റാറിനെയും പൈ ടു പൈ സ്റ്റാറിനെയാണ് നമുക്ക് 200 to 700 നാനോമീറ്റർ റേഞ്ചിൽ നമുക്ക് കൈ കിട്ടുന്നത്. ഓക്കെ, ദെൻ കുറച്ച് കോമൺ ആയിട്ടുള്ള ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ ഉപയോഗിക്കുന്ന ക്രോമോഫോർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരാണ്. എത്തീൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ്. കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നമുക്ക് ഡബിൾ ബോണ്ട് പോസിബിൾ ആണ്. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ അത് 171 നാനോമീറ്റർ റേഞ്ചിലാണ് വരുന്നത്. എപ്സിലോൺ ദാറ്റ് ഇസ് ദ മോളാർ അബ്സോർപ്റ്റിവിറ്റി 15,000 ആൻഡ് സോൾവെന്റ് ഉപയോഗിക്കുന്നത് ഹെക്സൈൻ ആണ്. വോട്ടെവർ. ദെൻ 1 ഹെക്സൈൻ്റെ കേസിലേക്ക് വരുമ്പോൾ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആണ്. ഇനി എത്തനാളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്താണ്. എല്ലാം ഈ പറഞ്ഞ സി ഡബിൾ ബോണ്ട് വരുന്ന ഒരു മോളിക്യൂൾ എത്തനാളിൻ്റെ കേസ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് 2 ട്രാൻസിഷൻസ് പോസിബിൾ ആണ്, എൻ ടു പൈ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മുകളിൽ കാണുന്ന സി ഡബിൾ ബോണ്ട് സി ക്രോമോഫോർ മാത്രം വരുന്ന കേസുകൾ, ഇപ്പം എത്തീൻ എന്താണ്, CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അയാളുടെ കേസിൽ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താ, സിഗ്മ ടു സിഗ്മ സ്റ്റാറും അതേപോലെ പൈ ടു സിഗ്മ സ്റ്റാറും അതൊന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആകെ ഈ പറയുന്ന UV റേഞ്ചിൽ വരുന്ന 2 ട്രാൻസിഷൻസേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്ന് പൈ ടു പൈ സ്റ്റാർ ആണ്, രണ്ടാമത്തത് എൻ ടു പൈ സ്റ്റാർ ആണ്. പക്ഷേ എത്തീൻ്റെ കേസിൽ CH2 ഡബിൾ ബോണ്ട് CH2ൻ്റെ കേസിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇല്ല. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് എത്തീൻ്റെ കേസിൽ എന്തില്ല, ഈ കാണുന്ന നോൺ ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തില്ല, ഈ ഒരു ട്രാൻസിഷനും അവിടെ ഇല്ല. പിന്നെ എന്തേ ബാക്കിയുള്ളൂ, പൈ ടു പൈ സ്റ്റാർ എന്ന് പറയുന്ന ട്രാൻസിഷൻ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഒക്കെ പോസിബിൾ ആയിരിക്കും, പക്ഷെ അതൊക്കെ ഹൈ എനർജിയാണ്, നമ്മുടെ റേഞ്ചിൽ വരുന്നതല്ല. ഓക്കെ, അപ്പോൾ എത്തീൻ്റെ കേസിൽ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഹെക്സൈൻ്റെ കേസിലും അത് തന്നെയാണ്. എത്തനാളുടെ കേസിലേക്ക് സി ഡബിൾ ബോണ്ടോ വരുന്ന സമയത്ത് എൻ ടു പൈ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും പോസിബിൾ ആണ്. അതിൽ എൻ ടു പൈ സ്റ്റാർ വരുന്നത് 290 നാനോമീറ്ററിലാണ്, പൈ ടു പൈ സ്റ്റാർ 180 നാനോമീറ്ററിലാണ്. എന്തുകൊണ്ടാണ് ഈ വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എനർജി. ആസ് ദ വേവ് ലെങ്ത് ഇൻക്രീസസ് എനർജി റിക്വയർഡ് ഡിക്രീസസ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷന് വേവ് ലെങ്ത് കൂടുതൽ അല്ലെങ്കിൽ എനർജി കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിയാൽ കാണാം, എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ഇതുപോലത്തെ ഒരു ചെറിയ ട്രാൻസിഷനാണ്, ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. പൈ ടു പൈ സ്റ്റാർ എന്താണ്, കമ്പാരിറ്റീവ്ലി ലോങ് ട്രാൻസിഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, പൈ ടു പൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ കൂടുതൽ എനർജി വേണ്ടി വരും, ദെയർഫോർ വേവ് ലെങ്ത് വിൽ ബി ലോവർ. ഓക്കെ, ദെൻ നൈട്രോമീഥേൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന കുറച്ച് ആൾക്കാരുടെ കേസ് എടുക്കുക. CX ബോണ്ട് വേർ X ഈസ് ഈക്വൽ ടു ബ്രോമിൻ ഓർ അയഡിൻ, അതായത് കാർബൺ ബ്രോമിൻ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ അയഡിൻ ബോണ്ട് എടുത്താലുള്ള പ്രത്യേകത, അവിടെ എന്തില്ല, പൈ ഇലക്ട്രോൺസ് ഇല്ല. കാർബൺ ബ്രോമിൻ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ക്ലോറിൻ ബോണ്ടോ കാർബൺ അയഡിൻ ബോണ്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഒരു പൈ ബോണ്ട് വരുന്നില്ല. പൈ ബോണ്ട് വരാത്തതുകൊണ്ട് തന്നെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് പോസിബിൾ അല്ല. ദെൻ പൈ ബോണ്ട് ഇല്ലാത്തതുകൊണ്ടുള്ള അടുത്ത പ്രോബ്ലം, എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും പോസിബിൾ അല്ല. നമുക്ക് ഈ പറയുന്ന എൻ ടു പൈ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും അല്ലേ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കാർബൺ ബ്രോമിൻ ബോണ്ടിൽ നമുക്ക് എന്ത് വരുന്നില്ല, എൻ ടു പൈ സ്റ്റാറും ഇല്ല, പൈ ടു പൈ സ്റ്റാറും ഇല്ല, കാരണം പൈ ഓർബിറ്റിലില്ല. പക്ഷെ ആരുണ്ട്, എൻ ടു സിഗ്മ സ്റ്റാർ ഉണ്ട്. എൻ ടു സിഗ്മ സ്റ്റാർ പക്ഷേ കാർബൺ ബ്രോമിൻ ബോണ്ടിൻ്റെ കേസിൽ വരുന്നത് 205 നാനോമീറ്ററിലാണ്, ആൻഡ് ദാറ്റ് ഈസ് ഇൻ ദ മെഷറബിൾ റീജിയൻ, നമുക്ക് മെഷർ ചെയ്യാവുന്ന റീജിയനിലാണ്. ദെൻ കാർബൺ അയഡിൻ ബോണ്ടിൻ്റെ കേസിലാണെങ്കിൽ എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസ്ഫർ തന്നെ അവിടെയും പോസിബിൾ ഉള്ളൂ, പക്ഷെ അത് 255 നാനോമീറ്ററിലാണ്, അതും മെഷറബിൾ റീജിയനിലാണ്. ഈ എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ബട്ട് യൂഷ്വലി അത് 150 to 250 നാനോമീറ്ററാണ് വരുന്നത്. ഒരു 200 തൊട്ടാണ് നമ്മുടെ UV റേഞ്ച് തുടങ്ങുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്ന സ്പെക്ട്രോമീറ്റേഴ്സിൻ്റെ എല്ലാം റേഞ്ച് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാർബൺ ബ്രോമിൻ്റെ കേസിലും കാർബൺ അയഡിൻ ബോണ്ടിൻ്റെ കേസിലും എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റക്റ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ ചില കേസുകളിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നുമില്ല. ഓക്കെ, പക്ഷെ ആ സ്ഥാനത്ത് എൻ ടു പൈ സ്റ്റാറോ പൈ ടു പൈ സ്റ്റാറോ ആണെങ്കിൽ വി ആർ ഷുവർ വി ക്യാൻ ഡിറ്റക്ട് ഇറ്റ്. അതാണ് അതിൻ്റെ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ചില കേസിൽ ഇപ്പം എത്തീൻ്റെ കേസിലേക്ക് വരുമ്പം പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷന് 171 നാനോമീറ്ററേ വരുന്നുള്ളൂ. ദർ ആർ സം എക്സെപ്ഷൻസ് ഫോർ ദാറ്റ്. ഹെക്സൈൻ്റെ കേസിൽ 180 നാനോമീറ്ററേ വരുന്നുള്ളൂ. ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ് നമ്മൾ UV എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് ആക്ച്വലി എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷനാണ്. അതേപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, നമുക്കൊരു വാക്വം UV റീജിയനിലേക്ക്, അതായത് ഒരു 150 നാനോമീറ്റർ ബിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ അതേപറ്റി ചിന്തിക്കേണ്ട, നമുക്കത് വിട്ട് കളഞ്ഞേക്കാം. 150 to 250 നാനോമീറ്റർ റീജിയനിൽ വരുമ്പോൾ ഈ എൻ ടു സിഗ്മ സ്റ്റാർ ഒക്കെ വരുന്ന റീജിയനാണ് 150 to 250 നാനോമീറ്റർ. അവിടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, ബട്ട് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്രാൻസിഷൻസ് വരുന്നത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും ആണ്. അവർ ഈ പറഞ്ഞ 200 to 700 നാനോമീറ്ററിലാണ് വരുന്നത്. അതിന് പല കാര്യങ്ങൾ കൂടെ വരാനുണ്ട്, കോൺജുഗേഷൻ ഒക്കെ അതിൽ വലിയൊരു ഫാക്ടറാണ്, അതൊക്കെ നമുക്ക് പുറകെ പഠിക്കാനുണ്ട്. ദെൻ ഈ ഒരു ടെർമിനോളജി,
ഇത് കോമൺ ആയിട്ട് എല്ലാ തവണയും പിള്ളേർക്ക് മാറിപ്പോകുന്നൊരു കാര്യമാണ് ഈ ബാത്തോക്രോമിക്കും ഹിപ്സോക്രോമിക്കും ഷിഫ്റ്റ് എന്താണെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സിസ്റ്റം അത് അബ്സോർബ് ചെയ്യുന്നത് 400 നാനോമീറ്ററിലാണെന്ന് വിചാരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു മോളിക്യൂളിനെയോ ഒരു സോൾവെന്റിനെയോ ഒരു എന്തെങ്കിലും ഒരു ഓക്സോക്രോമോ എന്തെങ്കിലും ഒരു സിസ്റ്റത്തെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നത് 300 നാനോമീറ്ററിലാണ് എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ആദ്യം അബ്സോർബ് ചെയ്തുകൊണ്ടിരുന്നത് 400 നാനോമീറ്ററിലും ഇപ്പോൾ അബ്സോർബ് ചെയ്യുന്നത് 300 നാനോമീറ്ററിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ. 400 എന്നുള്ളത് 300ലേക്ക് വന്നില്ലേ? ഇറ്റ് ഈസ് നോൺ ആസ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. ആ സ്ഥാനത്ത് 400-ൽ അബ്സോർബ് ചെയ്തിരുന്ന മോളിക്യൂള് എന്തെങ്കിലും കാരണം കൊണ്ട് 500-ൽ അബ്സോർബ് ചെയ്യുന്നു വെച്ചോ. ദാറ്റ് ഈസ് the wavelength of absorption is shifted towards the longer wavelength region. That is, it's a bathochromic shift. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്കാണ് ഷിഫ്റ്റ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബാത്തോക്രോമിക്, ആൻഡ് ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്കാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹിപ്സോക്രോമിക്. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ അബ്സോർബൻസ് കൂടുന്ന രീതിയിലാണ് ഷിഫ്റ്റ് വരുന്നതെങ്കിൽ ഹൈപ്പർ ക്രോമിക് എന്നും പറയും. ലോവർ അബ്സോർബൻസിലേക്കാണ് പോകുന്നതെങ്കിൽ ഹൈപ്പോക്രോമിക് എന്നും പറയും. ഓക്കെ, അതായത് വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ, ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യത്തെ രണ്ട് ടേംസും ബാത്തോക്രോമിക്കും ഹിപ്സോക്രോമിക്കും ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷനെയാണ്. വേവ് ലെങ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബാത്തോക്രോമിക്, വേവ് ലെങ്ത് കുറയുകയാണെങ്കിൽ ഇറ്റ്സ് ഹിപ്സോക്രോമിക്. ആ സ്ഥാനത്ത് ഗിവൺ വേവ് ലെങ്ത്തിലെ അബ്സോർബൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പർക്രോമിക്, ഓർ ഗിവൺ വേവ് ലെങ്ത്തിലെ അബ്സോർബൻസ് കുറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പോക്രോമിക്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ദെൻ ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് പിക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ട്രാൻസ്മിറ്റൻസ് ദറ്റ് ഈസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ P0 എന്ന് വെച്ച് കഴിഞ്ഞാൽ P0 ഇസ് ദ പവർ ഇൻ ആൻഡ് P ഇസ് ദ പവർ ഔട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ഇത് എന്തോ ഒരു ലിക്വിഡ് ഉള്ള ഒരു സൊല്യൂഷനാണ്. ഇവിടേക്ക് നമ്മളൊരു ലൈറ്റിനെ സിസ്റ്റത്തിലേക്ക് നമ്മൾ പാസ് ചെയ്തു. ദെൻ അതാണ് P0 പവർ ഇൻ, നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ആ സ്ഥാനത്ത് പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി P ആണ്, ദറ്റ് ഈസ് പവർ ഔട്ട്, പുറത്തേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്മിറ്റൻസ് ഇസ് ഈക്വൽ ടു P ഡിവൈഡ് ബൈ P0. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർസെൻറ്റേജ് എത്ര വെച്ചാൽ അത് പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. കാരണം അകത്തേക്ക് പോയ റേഡിയേഷൻ്റെ എത്ര ശതമാനമാണ് പുറത്തേക്ക് വന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ദെൻ അബ്സോർബൻസ് A ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് T, ദറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് P0 ബൈ P. കാരണം T എന്ന് വെച്ചാൽ P ബൈ P0 ആണ്. അബ്സോർബൻസ് എന്ന് വെച്ചാൽ മൈനസ് ലോഗ് T ആണ്. മൈനസ് ലോഗ് Tയെ നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് 1/T എന്ന് എടുക്കാം. അതാണ് ലോഗ് P0 ഡിവൈഡ് ബൈ P എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയാണ് നമുക്ക് അടുത്തൊരു ലോ വരാനുള്ളത്, ദ ബിയർ-ലാംബർട്ട്സ് ലോ, ഓൾസോ നോൺ ആസ് ദ ബിയേഴ്സ് ലോ. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ചെയ്യുന്ന ആൾക്കാർക്ക്, നിങ്ങൾ മെഷർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ബിയർ-ലാംബർട്ട്സ് ലോ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലോ ഇസ് ഗിവൺ ആസ് A is equal to epsilon BC, where epsilon is the molar absorptivity, B is the path length, C is the concentration, where the absorbance A has no units since A is equal to log P0 by P. log P0 by P, P0 by P വരുമ്പോൾ 2 യൂണിറ്റ്സും കട്ട് ചെയ്ത് പോയിക്കോളും. പിന്നെ എന്തേ ഉള്ളൂ? എക്ക് യൂണിറ്റ് ഇല്ല. where A is equal to epsilon BC and A is the absorbance. ഇനി നമുക്ക് ഈ പറയുന്ന ബിയർ-ലാംബർട്ട്സ് ലോയുടെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഇതൊരു ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഈ ഗ്രാഫിൻ്റെ Y ആക്സിസിൽ അബ്സോർബൻസ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ് ഇൻ നാനോമീറ്റർ. ശ്രദ്ധിക്കേണ്ട കാര്യം, അബ്സോർബൻസ് 0 to 1 ആണ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നാനോമീറ്റർ നമുക്ക് 200 to 800 നാനോമീറ്റർ ആണ് ഞാൻ വേവ് ലെങ്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 400 എന്നുള്ളൊരു കട്ട് ഓഫ് ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും 350 ആ റേഞ്ചാണ് കട്ട് ഓഫ് വരേണ്ടത്. 400ൻ്റെ ലെഫ്റ്റിലേക്ക്, അതായത് 400-ൽ കുറഞ്ഞ വേവ് ലെങ്ത് എന്ന് വെച്ചാൽ അത് UV ലൈറ്റ് ആണ്. 400-ൽ കൂടിയ വേവ് ലെങ്ത് മീൻസ് അത് വിസിബിൾ ലൈറ്റ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഞാനിപ്പോൾ ഒരു സ്പെക്ട്രം ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ലാംഡ മാക്സ് നമുക്ക് കാണാം. അതായത് ഈ സ്പെക്ട്രത്തിൽ 2 പീക്കുകൾ നമുക്ക് കാണാം. ഒരു പീക്ക് ഇതാണ്, ഒരു പീക്ക് ഇതാണ്. അപ്പോൾ ഈ 2 പീക്കുകൾ, ആദ്യത്തെ പീക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 220 ആ റേഞ്ചിലും രണ്ടാമത്തെ ഒരു 350 325 ആ റേഞ്ചിലാണ് നമുക്ക് 2 പീക്കുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറയുന്ന ഒരു സൊല്യൂഷൻ, ഇത് നമ്മുടെ ഒരു UV സ്പെക്ട്രമാണിത്. ഇതാണ് നമ്മുടെ ഒരു UV അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സ്പെക്ട്രം. UV സ്പെക്ട്രം എന്ന് പറയാൻ കാരണം ഇത് കിടക്കുന്നത് UV റീജിയനിലാണ്.
ആ സ്ഥാനത്ത് അബ്സോർപ്ഷൻ കിടക്കുന്നത് വിസിബിൾ റീജിയനിലായിരുന്നെങ്കിൽ ഞാൻ വിസിബിൾ സ്പെക്ട്രം എന്ന് പറഞ്ഞത്. എനിവേ യു വി ആണെങ്കിലും വിസിബിൾ ആണെങ്കിലും രണ്ടും ഇലക്ട്രോണിക് സ്പെക്ട്രമാണ്. നമ്മൾ കമ്പൈൻഡ് ആയിട്ട് അതിനെ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ യു വി വിസിബിൾ സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രം എന്ന് പറയാറുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ട കാര്യം, നമ്മൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ വളരെ കുറച്ചാണ് എടുക്കുന്നത്. അതായത് ടു മേക്ക് ദ അബ്സോർബൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിയർ ലാംബേർട്സിലൂടെ ലീനിയർ ബിഹേവിയറിന് വേണ്ടി നമ്മൾ അബ്സോർബൻസ് എപ്പോഴും 1ൽ കുറവ് കിട്ടുന്ന രീതിയിലാണ് സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കോളേജിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്കൊരു യു വി സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ട്. അതിൽ നമ്മൾ യു വി സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും സൊല്യൂഷൻ വളരെ ഡൈല്യൂട്ടായിട്ട് എടുക്കുകയുള്ളൂ, കളേർഡ് സൊല്യൂഷനൊക്കെ. കാരണം സൊല്യൂഷൻ കളേർഡ് ആണ്, അത് വളരെ കോൺസെൻട്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ക്ലീൻ സ്പെക്ട്രം ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ ECG പോലത്തെ ഒരു സ്പെക്ട്രം നമുക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല അത് ബിയർ ലാംബേർട്സിനെ വയലേറ്റ് ചെയ്യും, അത് ലീനിയർ ബിഹേവിയറിനെ വയലേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഡൈല്യൂട്ട് സൊല്യൂഷൻ എടുക്കുക ആൻഡ് യു വിൽ ഒബ്റ്റെയിൻ ദ സ്പെക്ട്രം. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പെക്ട്രത്തിൻ്റെ സാമ്പിൾ മാത്രമാണ്. ലൈക്ക് നമുക്കത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്രോമോഫോർ എന്താണെന്നുള്ളത് ഇത് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ ക്രോമോഫോർ ആൻഡ് ഐഡന്റിഫൈ ക്രോമോഫോറിക് ഗ്രൂപ്പ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്, സൈക്ലോപെൻറ്റീൻ, ടുളുവിൻ ആൻഡ് ബ്യൂട്ടനോൺ. അതിനകത്ത് എ ക്രോമോഫോർ ഇസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ എൻ ഇലക്ട്രോണിക് അബ്സോർപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ സൈക്ലോപെൻറ്റീൻ്റെ കേസിൽ C ബോണ്ടാണ് നമുക്ക് ഈ പറയുന്ന ക്രോമോഫോർ ആയിട്ട് വരുന്നത്. ടുളുവിൻ്റെ കേസിൽ ബെൻസിൻ റിംഗ് ആണ്. ബ്യൂട്ടനോണിൻ്റെ കേസിൽ C ആണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. സൈക്ലോപെൻറ്റീൻ്റെ സ്ട്രക്ചർ നിങ്ങൾ എടുക്കുക. സൈക്ലോപെൻറ്റീൻ്റെ കേസിൽ പ്രത്യേകത അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ഒരു സൈക്ലോപെൻറ്റീൻ എന്ന് പറയുമ്പോൾ പെൻറ്റീൻ റിംഗ് ആണ്, അതിൻ്റെ മുകളിൽ നമുക്കൊരു ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, സൈക്ലോപെൻറ്റേൻ എടുത്തിരുന്നെങ്കിൽ അവിടെ ഡബിൾ ബോണ്ട് ഇല്ല, സിംഗിൾ ബോണ്ടേ ഉള്ളൂ. ദെയർഫോർ അവിടെ ക്രോമോഫോർ ഇല്ല എന്ന് പറയേണ്ടി വരും. ക്രോമോഫോർ എന്ന് വെച്ചാൽ എന്താ? ഒരു അബ്സോർപ്ഷന് കാരണമാകുന്ന യു വി റേഞ്ചിൽ അല്ലെങ്കിൽ വിസിബിൾ റേഞ്ചിൽ നമുക്കൊരു അബ്സോർപ്ഷൻ ഉണ്ടാക്കി തരുന്ന ആളാണ്. ഈ പറയുന്ന പൈ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈ ടു പൈ സ്റ്റാർ ട്രാൻസ്മിഷൻ എങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പൈ ടു പൈ സ്റ്റാർ ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്ക് യു വി റേഞ്ചിലോ വിസിബിൾ റേഞ്ചിലോ ട്രാൻസ്മിഷൻ നമുക്ക് കിട്ടും. സോ സൈക്ലോപെൻറ്റീൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കാർബൺ ആറ്റത്തിലെല്ലാം നമ്മൾ കൺസിഡർ ചെയ്താലും C ബോണ്ട് ഏതാണോ അതാണ് ക്രോമോഫോർ. ടുളുവിൻ്റെ കേസിൽ ബെൻസിൻ റിംഗ് ആണ്, കാരണം ബെൻസിൻ റിംഗിൻ്റെ അകത്ത് ഈ പറയുന്ന പൈ ബോണ്ടുകളുണ്ട്. ദെൻ ബ്യൂട്ടനോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ C ആണ്. അവിടെ N to പൈ സ്റ്റാർ ട്രാൻസിഷനും അതേപോലെ തന്നെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും പോസിബിൾ ആണ്. ദെൻ ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് 1,3 പെൻറ്റാഡൈൻ ആൻഡ് 1,5 പെൻറ്റാഡൈൻ? ഇത് ഒരു ചോദ്യമാണ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിങ്ങിന് അവിടെ വരുന്നതാണ്. ഞാൻ പിന്നെ അഡ്വാൻസ് ആയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. 1,3 പെൻറ്റാഡൈനും 1,5 പെൻറ്റാഡൈനും എങ്ങനെ നമുക്ക് യു വി സ്പെക്ട്രം വെച്ച് ഐഡന്റിഫൈ ചെയ്യാം? കാര്യം സിമ്പിളാണ്. 1,3 പെൻറ്റാഡൈൻ്റെ കേസിൽ കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ടാണ്. 1,5 പെൻറ്റാഡൈൻ്റെ കേസിൽ നമുക്ക് ഈ പറയുന്ന ഐസൊലേറ്റഡ് ഡബിൾ ബോണ്ടാണ്. കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ടിൻ്റെ പ്രത്യേകത, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോഞ്ചുഗേറ്റ് ഡബിൾ ബോണ്ട് ഇൻ 1,3 പെൻറ്റാഡൈൻ ഇറ്റ് എക്സിബിറ്റ് എ ഹയർ വാല്യൂ ഓഫ് ലാംഡ മാക്സ്, ദാറ്റ് ഈസ് റെഡ് ഷിഫ്റ്റ് ഫോർ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ദാൻ 1,5 പെൻറ്റാഡൈൻ. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യമായിരിക്കും. ഇത് ഞാൻ അവിടെ പറയാൻ കാരണം, നമ്മളിനി വുഡ്വേർഡ് ഫിഷർ റൂളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവിടെ ഇത് നമുക്ക് ആവശ്യമുണ്ട്. കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട് വരുമ്പോഴേക്കും എങ്ങനെയാണ് ഈ വേവ് ലെങ്ത്തിൻ്റെ അബ്സോർബൻസ്, വേവ് ലെങ്ത്തിൻ്റെ ഷിഫ്റ്റ് വരുന്നത് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ടുള്ള കേസിൽ അവിടെ ഇറ്റ് എക്സിബിറ്റ്സ് എ ഹയർ വാല്യൂ, റെഡ് ഷിഫ്റ്റ് ആണ് നമുക്ക് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ലാംഡ മാക്സ് അവിടെ കൂടുതലായിരിക്കും. ഇനി നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് റെഡ് ഷിഫ്റ്റ് വരുന്നത്? അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ കൂടും. റെഡ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ? വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബാത്തോക്രോമിക് ഷിഫ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വേവ് ലെങ്ത് കൂടുന്നു കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട് വരുമ്പോൾ. ഇത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഒരു കോഞ്ചുഗേറ്റഡ് സിസ്റ്റം നിങ്ങൾ എടുക്കുക. കോഞ്ചുഗേറ്റഡ് സിസ്റ്റം നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അതിനൊരു പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സിൻ്റെ എനർജി, ക്വാണ്ടം മെക്കാനിക്സ് ആണ്, എനർജി എന്തായിരുന്നു? E is equal to n² divided by 8 ml² ആണ്, വേറെ L is the length of the box. കോഞ്ചുഗേഷൻ കൂടുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ഈ പറയുന്ന ബോക്സിൻ്റെ ലെങ്ത് ആണ് കൂടുന്നത്, എല്ലിൻ്റെ വാല്യൂ ആണ് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ കൂടുമ്പോൾ എനർജി എന്ത് സംഭവിക്കും?
E is equal to n square h square by 8 ml square ആണ്, or E is inversely proportional to L square. That means as the conjugation increases or as the length of the conjugation increases, energy decreases. എനർജി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വേവ് ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടിന്റെ കേസ്, കോൺജുഗേറ്റഡ് സിസ്റ്റം വരികയാണെങ്കിൽ the wavelength of absorption will be shifted towards the red region or the higher wavelength region. അതുകൊണ്ട് തന്നെ 1,3 പെന്റാഡൈൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്ന എവിടെയായിരിക്കും? 1,5 പെന്റാഡൈനേക്കാളും ഹയർ വേവ് ലെങ്ത്തിലായിരിക്കും. ദെൻ ഇത് കുറച്ച് പ്രിഡിക്ട് ദ ട്രാൻസിഷൻസ് ആണ്, അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ദെൻ ഈ ഒരു ടേം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വാട്ട് ഈസ് ആൻ ഓക്സോക്രോം ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ആൻ ഓക്സോക്രോം എക്സേർട്സ് എ ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഓൺ എ ക്രോമോഫോർ സച്ച് ആസ് an ethylenic bond. സോ നമ്മൾ ഓക്സോക്രോം എന്താണെന്നും കൂടി നോക്കാം. ക്രോമോഫോർ ആൻഡ് ഓക്സോക്രോം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാൽ നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യമായിരിക്കും. നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ആൻ ഓക്സോക്രോം ഇസ് ആൻ ഓക്സിലറി ഗ്രൂപ്പ് വിച്ച് ഇന്ററാക്ട്സ് വിത്ത് എ ക്രോമോഫോർ കോസിങ് എ ബാത്തോക്രോമിക് ഷിഫ്റ്റ്. അതായത് നമ്മുടെ ക്രോമോഫോറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഒരു ബാത്തോക്രോമിക് ഷിഫ്റ്റ്, അതായത് ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിലേക്ക് ഒരു ഷിഫ്റ്റ് അബ്സോർപ്ഷൻ്റെ വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ ലാംഡ മാക്സിൽ വരുത്തുന്ന ആളെയാണ് നമ്മൾ ഓക്സോക്രോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ NH2, OH, ഫ്ലൂറിൻ, Cl ഇവരൊക്കെ ഓക്സോക്രോംസ് ആണ്. ഇവരുടെ പ്രത്യേകത, ഇവർ ക്രോമോഫോറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷനെ ഒരു ഹയർ വേവ് ലെങ്ത്തിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാത്തോക്രോമിക് ഷിഫ്റ്റ് അങ്ങ് നടത്തും. അതിൻ്റെ റീസൺ ഇതാണ്. ഈ NH2ൻ്റെയും OH-ൻ്റെയും F-ൻ്റെയും Cl-ൻ്റെയും ഒക്കെ കയ്യിൽ എന്തുണ്ട്? അവരുടെ ഈ ഹെട്രോ ആറ്റം, ഇവിടെ നൈട്രജൻ, ഇവിടെ ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഇവരുടെ ഒക്കെ മുകളിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്. NH2ൻ്റെ മുകളിലും OH-ൻ്റെ മുകളിലും F-ൻ്റെ മുകളിലും Cl-ൻ്റെ മുകളിലും ഒക്കെ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രോമോഫോറിനെ കൺസിഡർ ചെയ്യുക. ഉദാഹരണത്തിന് എത്തിലിനിക് ബോണ്ട്, അതായത് ഡബിൾ ബോണ്ട്, C എന്ന് പറഞ്ഞ ഒരു ബോണ്ട് കൺസിഡർ ചെയ്യുക. അതൊരു പൈ ബോണ്ടാണ്. ഈ പറയുന്ന NH2ഉം OH-ഉം F-ഉം Cl-ഉം ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ഈ അൺഷെയർഡ് ഇലക്ട്രോണിനെയും കൂടെ നമ്മുടെ ഈ പറയുന്ന എത്തിലിനിക് ബോണ്ടിലേക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്യും. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന മോളിക്യൂൾ എന്ന് വെച്ചാൽ ഒരു പെൻറ്റീനാന്ന്, പ്രൊപ്പീനാന്ന് കൂട്ടിക്കോ. പ്രൊപ്പീനാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം. പ്രൊപ്പീനിൽ എന്തുണ്ട്? CH3, CH ഡബിൾ ബോണ്ട് CH2 ആണ് സ്ട്രക്ചർ. നമ്മുടെ മോളിക്യൂൾ നമ്മൾ പ്രൊപ്പീൻ്റെ കേസിൽ നമ്മളൊരു ഒരു പ്രൊപ്പനോളോ അങ്ങനത്തെ ഏതെങ്കിലും മോളിക്യൂൾ എടുത്ത് നോക്കി, പ്രൊപ്പീനോളോ ഒരു OH ഗ്രൂപ്പ് അതിലേക്ക് ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓർ സിംപ്ലി കുറച്ചുകൂടി എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ 2 ക്ലോറോ പ്രൊപ്പീൻ എടുത്തു എന്ന് വയ്ക്കുക. അതായത് CH3, Cl ഡബിൾ ബോണ്ട് CH2. അതായത് രണ്ടാമത്തെ കാർബണിൻ്റെ മുകളിൽ നിന്ന് ഒരു ക്ലോറിൻ ബോണ്ടും കൂടി വരുന്നു, ദെൻ ഡബിൾ ബോണ്ട് CH2. ഈ കേസിലേക്ക് വരുമ്പം C ഡബിൾ ബോണ്ട് CH2 ആണ് നമ്മുടെ ഈ പറയുന്ന ക്രോമോഫോർ ആയിട്ട് വരുന്ന ആൾ. ആ സ്ഥാനത്ത് ആ ക്രോമോഫോറിൻ്റെ മുകളിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ടിനെ നമ്മുടെ ഈ പറയുന്ന താഴെ കിടക്കുന്ന ഫ്ലൂറിൻ അല്ലെങ്കിൽ ക്ലോറിൻ, അയാളുടെ അൺഷെയർഡ് ഇലക്ട്രോൺസും കൂടി അയാൾ റിലീസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ഈ പറയുന്ന കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ ലെങ്ത് കൂടി. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആസ് ദ ലെങ്ത് ഓഫ് ദ കോൺജുഗേറ്റഡ് സിസ്റ്റം ഇൻക്രീസസ് ഇറ്റ് കോസസ് എ ബാത്തോക്രോമിക് ഷിഫ്റ്റ്. അതവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡയഗ്രാം വേണമെങ്കിൽ ഞാൻ അതിൻ്റെ പുറകെ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് UV സ്പെക്ട്രോസ്കോപ്പിയുടെ, അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് വെച്ചാൽ മതി. ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു UV.